അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി. ക്ഷണം കിട്ടിയില്ലെങ്കിലും പോകുമെന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു. ഹൈക്കമാൻഡ് തീരുമാനത്തിന് മുമ്പെയാണ് പ്രഖ്യാപനം. അയോധ്യ വിഷയത്തിൽ നിലപാട് അറിയിക്കുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് സുഖ്വീന്ദർ സിംഗ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരിയാണ്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് നേതാവ്, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ ഐക്യ നിരയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ഉടലെടുത്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് AICC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു? KP അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസിനുൾപ്പെടെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഒരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് ഭാരതീയരുടെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോൾ മുഴുവൻ ജനങ്ങളുടെയും ഒരു ഉത്സവ ആഘോഷത്തിലേക്കാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരണത്തിലേക്ക് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി എത്തിച്ചിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ശ്രീരാമൻ എന്നുള്ളത് ആശാ കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രമാണ്. അതുകൊണ്ട് ശ്രീരാമ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും മുൻപോട്ട് പോവുക. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. അതിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം ഇതുവരെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ലഭിച്ചിട്ടില്ല. ക്ഷണം ലഭിക്കുമെന്ന് കരുതുന്നുണ്ട്. ക്ഷണം ലഭിച്ചില്ലെങ്കിലും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ താൻ പങ്കെടുക്കും. ശ്രീരാമന്റെ പാത പിന്തുടർന്നുകൊണ്ടായിരിക്കും മുൻപോട്ട് പോവുക എന്നുള്ളതാണ് വളരെ കൃത്യമായി ഹിമാചൽ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഈ കേരളത്തിലടക്കം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പോകണം എന്നുള്ള ഒരു വലിയ വിഭാഗം നേതാക്കളുടെ, അണികളുടെ ആഗ്രഹം അതിന് വിഘാതമായിരിക്കുകയാണ് AICC നേതൃത്വത്തിൻ്റെ അടക്കം ചില നിലപാടുകൾ. പക്ഷേ ഇത്തരത്തിൽ ഹിമാചൽ മുഖ്യമന്ത്രി അടക്കം നിലപാട് വ്യക്തമാക്കുമ്പോൾ, കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു തീരുമാനത്തിലേക്ക്, അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയായിരിക്കും AICCയുടെ ഭാഗത്തിനും ഉണ്ടാവുക. കാരണം അത്രത്തോളം കൊഴിഞ്ഞുപോക്ക് തുടരുന്ന ഒരു കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് ഭാരതത്തിലുള്ളത്. ഉള്ള നിലനിൽപ്പ് പോലും ഇല്ലാതാകുന്നൊരവസ്ഥയിൽ അണികളെ കൈവിടാതിരിക്കാൻ അത്തരത്തിലുള്ളൊരു നിലപാട് ഇനി സ്വീകരിച്ചു കഴിഞ്ഞാലും അത് സ്വാഭാവികമാണ് എന്ന് നമുക്ക് വിലയിരുത്താം, അല്ലേ? KP അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത്തരം സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നാൽ അത് കനത്ത തിരിച്ചടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടൊരു പ്രതിനിധി സംഘം, സോണിയയും ഖാർഗെയും ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് PCC ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം, ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും കൂടാതെ മധ്യപ്രദേശിൽ നിന്ന് മുതിർന്ന നേതാവ് കമൽനാഥും ദിഗ്വിജയ് സിംഗും ഉൾപ്പെടെയുള്ളവർ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന് വ്യക്തമായി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ PCCകൾ മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണം എന്നുള്ളൊരു ആവശ്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉള്ളത്. കാരണം ഒന്ന്, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന്, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അല്ലാതെയും കോൺഗ്രസിനുണ്ടാകും. അതല്ല മറിച്ച് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ വിജയിപ്പിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ തീരുമാനം പരിശോധിക്കുമ്പോൾ, ഒന്ന്, നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരിച്ചടി ഉണ്ടാകും. മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന വ്യക്തമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളൊപ്പം കേരള സംസ്ഥാന ഘടകവും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് നിരന്തരം ശക്തമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ
ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ അത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ധാരണ വ്യക്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്, മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിച്ചൊരു ആശ്വാസ ജയം മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഹിമാചലിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് അത്തരത്തിലൊരു വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ BJPയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ ഹിമാചലിൽ കോൺഗ്രസിന് സാധിച്ചു. നിലവിൽ ഭരണം മുൻപോട്ട് പോകുമ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ അത് തിരിച്ചടി ഉണ്ടാകും. ഒപ്പം തൻ്റെ വിശ്വാസം കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായും ശ്രീരാമ പാത പിന്തുടർന്നുകൊണ്ട്, ആ വിശ്വാസം പിന്തുടർന്നുകൊണ്ട് തന്നെ മുൻപോട്ട് പോകും. ക്ഷണം ലഭിച്ചാലും ഇല്ലെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്.